ഹലോ, ഇന്ന് ഞാൻ മുട്ട ചേർക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മുട്ടപ്പാലടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളർ വേണ്ട എങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യാം. ഇനി ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും മഞ്ഞൾപ്പൊടിയും ഉപ്പും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. ദോശ ബാറ്ററിനേക്കാളും ഒരല്പം ലൂസായിട്ട് വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. നോക്കിയിട്ട് അല്പമായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഉപകാരമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം. പലരും ലൈക്ക് അടിക്കാൻ വിട്ടുപോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇതാ ഇപ്പോൾ ഇവിടെ ബാറ്റർ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിലേക്കുള്ള അപ്പം ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു പാന് വെച്ച് കൊടുത്തു. അത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരല്പം വെള്ളം നന്നായി ഒന്ന് തടവി കൊടുത്തു. എന്നിട്ട് ഒരു ബ്രഷും കൊണ്ട് ഒന്ന് എണ്ണ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. കല്ലിൽ നിന്നും വേഗം വിട്ട് വരാനാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു തവി മാവ് എടുത്തിട്ട് നന്നായി ഒന്ന് പരത്തി കൊടുത്തു. നല്ലപോലെ നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി അത് വേവട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മാവിൻ്റെ വെള്ളത്തത്തെ അംശമൊക്കെ പോയിട്ടൊന്ന് കളർ മാറി വരും. അപ്പോൾ നമുക്ക് അതൊന്ന് എടുത്ത് തിരിച്ചിടാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. മറുവശവും വെന്ത് വരട്ടെ. ഇതിപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടി അതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് ഇട്ടിട്ട് മടക്കുന്ന വിധം ഒന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ ഒരു സൈഡിലോട്ടായിട്ടൊന്ന് ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഭാഗം ഒന്ന് നന്നായി ഒരു മടക്കൊന്ന് മടക്കിയതിന് ശേഷം 2 സൈഡും ഉള്ളിലേക്ക് ലോക്കായിട്ടൊന്ന് മടക്കുക. എന്നിട്ട് മുഴുവനായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫില്ലിംഗ് പുറത്തേക്ക് പോവില്ല. അപ്പോൾ നമ്മുടെ മുട്ടപ്പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരാം. ബായ്.